ഞാൻ പറയണ്ട് ഒരു വെട്രസിന്റെ ബെസ്റ്റിന്റെ വലിപ്പം കൂടില്ല അവിടെ കൂടുതൽ ടിപ്പുള്ളവരും ഈ അവാമറി പങ്ങാരി അവൻ 3 ദിവസത്തേക്ക് വേറൊരു വെട്രസിൽ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും വേറെ ബെസ്റ്റ് വലിപ്പം അവിടെ ആർക്കാല ഇത് ടിപ്പല്ല ബാധിക്കണ്ടോന്ന് ഉരിയായിട്ട് ഈ പരീക്ഷണക്കാർ അവർ കഫേ റെന്റാക്കി ടോറി കഫയുടെ പല കോണുകളിലും ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ രഹസ്യം നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിച്ചു. ഗ്രാൻഡ് ആണെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും നൽകിയ ടിപ്പുകൾ വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളിലേക്ക് ഓട്ടോമാറ്റിക് ആയി തിരിയുന്ന ഒരു പ്രത്യേക ടിപ്പ് ബോക്സ് രൂപകൽപ്പന ചെയ്തു. എല്ലാം തയ്യാറായപ്പോൾ പരീക്ഷണം ആരംഭിച്ചു. ആദ്യ ദിവസം കാരി തനിക്ക് സ്വാഭാവികമായ ശരീരാകൃതിയോടെയാണ് ജോലിക്ക് എത്തിയത്. അവൾ തന്റെ അധികമായി പ്രദർശിപ്പിച്ചില്ലെങ്കിലും അവളുടെ ആകർഷണമായ പുഞ്ചിരി പല ഉപഭോക്താക്കളെയും മോഹിപ്പിച്ചു. ഷിഫ്റ്റ് അവസാനം അവർ ടിപ്പുകൾ എണ്ണിയപ്പോൾ കണ്ടത് 80 പുരുഷ ഉപഭോക്താക്കൾ ചേർന്ന് 78 നൽകിയിരിക്കുന്നു. രണ്ടാം ദിവസം കാരി തന്റെ ബെസ്റ്റ് 2 കപ്പ് സൈസ് കുറച്ച് കാഴ്ചയാകുന്ന തരത്തിൽ പാർട്ടിങ് ധരിച്ചു. അവൾ സാധാരണ പോലെ ജോലി ചെയ്തെങ്കിലും അത്രയ്ക്ക് ശ്രദ്ധേയമല്ലാത്ത ശരീരവിന്യാസത്തോടെയും അവൾക്ക് അതേ മാത്രം 72 ടിപ്പുകൾ ലഭിച്ചു. ഈ ഘട്ടത്തിൽ ഫലങ്ങൾ ആ അഭാവത്തിനെതിരെ നിന്നുപോലെ തോന്നി. പക്ഷേ എല്ലാം തീരുമാനിക്കുന്നത് 3-ാം ദിവസമായിരുന്നു. 3-ാം ദിവസം കാരി തന്റെ ബെസ്റ്റിന് 2 കപ്പ് സൈസ് കൂടിയെടുത്തു. കഫേ തുറക്കുന്നതിന് ശേഷം തന്നെ അവളുടെ അതിശയോക്തിയായ ശരീരവിന്യാസം നിരവധി പുരുഷോപഭോക്താക്കളെ ആകർഷിച്ചു.